പെർഫോമൻസ് ഒക്കെ കൊള്ളാം, കുഴപ്പമില്ല. പടം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, ഒന്നും പറയല്ല. മേക്കിംഗ് ഒക്കെ അപ്പാറാണ്. ഹൊറർ ഫീൽ തന്നെ. സെക്കൻഡ് ഹാഫൊക്കെ ഒന്നും പറയല്ല, വേറെ ലെവല് പടം. മമ്മൂക്കൻ്റെ പെർഫോമൻസും മമ്മൂക്കൻ്റെ വോയിസ് അതൊക്കെ തന്നെയാണ് ഈ പടത്തിനെ വ്യത്യസ്തമാക്കുന്നത്. ഇപ്പോൾ മമ്മൂക്ക പറഞ്ഞാൽ ഒരു ശൂന്യ മനസ്സോടെ വരിക എന്ന് പറഞ്ഞപ്പോൾ ഇത്രയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ആദ്യം ഫസ്റ്റ് ഹാഫ് ഉണ്ട്, ഫസ്റ്റ് ഹാഫിനെ വെല്ലണ സെക്കൻഡ് ഹാഫ്. അതാണ് പടം അടിപൊളി. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന സിനിമ നമ്മളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴൊരു ഒരു ഫീലിങ്സ് ഉണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സിനിമ കാണാൻ പറ്റി. നല്ലൊരു എന്താ പറയുക, അടിപൊളി പടം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയുടെ അമരത്ത് അന്തസ്സോടുകൂടി തലയുയർത്തി പിടിച്ചു നിൽക്കാൻ മമ്മൂക്കയുടെ ഈ ഒരു പുതിയ വായ്ത്തപ്പെടലുകൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അനുഭൂതി കിട്ടിയിട്ടുണ്ട്. നല്ല സിനിമ, അടിപൊളി സിനിമ, നല്ല രസം. അതെ, നല്ലൊരു ഫീലിങ്സ്. മമ്മൂക്കയുടെ പ്രത്യേകതരം ഒരു നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സിനിമയിൽ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വോയിസ് മോഡുലേഷനും മമ്മൂക്കയുടെ ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അതെ, ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു എന്താ പറയുക സ്ലാങ്ങും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേകതരം ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. സിനിമ എന്തായാലും എല്ലാവരും ഒന്ന് കാണാൻ, അടിപൊളിയായിട്ട് നല്ല ഒരു ഫീലിങ്സോട് കൂടി കാണാം.